ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബോളിന്റെ സെന്ററിൽ കൂടെ നമ്മൾ വീണ്ടും എന്ത് വരയ്ക്കുന്നു? ഇതിന്റെ റിയാക്ഷൻസ് വരയ്ക്കും. ഓക്കെ, അതായത് ഇത്. ഈ ബോളിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻസ് വരയ്ക്കുന്നത്. അതായത് ബോളിന്റെ ഇങ്ങനെ വരച്ച ശേഷം നോക്കുക എന്തൊക്കെ ഉണ്ട് ഇതില്. ടച്ചിങ് റിയാക്ഷൻ RC ഉണ്ട്. RC ഇങ്ങോട്ട് ആക്ട് ആവും. ശരിയല്ലേ? ഓൺലി 1 ടച്ചിങ് മാത്രമേ ഉള്ളൂ RC. ഓക്കെ. രണ്ടാമത് എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ്, ഒരു 200 ന്യൂട്ടന്റെ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. 200 ന്യൂട്ടന്റെ. പിന്നെ ഒരു AB എന്ന് പറഞ്ഞൊരു ഫോഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ. F(AB) തന്നിട്ടുണ്ട്. വിത്ത് ആൻ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ 2 ഫോഴ്സും ഒരു ടച്ചിങ് റിയാക്ഷൻ പിന്നെ വെയിറ്റ് W = 100 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും RC കണ്ടുപിടിക്കണം, F(AB) കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ. ഇതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അയച്ചു തരാം. 5 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആംഗിൾ കണ്ടുപിടിച്ച് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? cos θ = 5/10 അല്ലേ? θ = cos ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് കിട്ടും. ഓക്കെ, അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ എടുക്കാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ഇതിന്റെ 2 റിയാക്ഷൻസ് ഇങ്ങോട്ടും വരും. ഓക്കെ. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ എഴുതുമ്പോൾ -F(AB) sin 60 sin 30 sin θ plus 200 = 0. ഇത് ഫസ്റ്റ് റിയാക്ഷൻ. വെർട്ടിക്കൽ എടുക്കുകയാണെങ്കിൽ -F(AB) cos θ -100 പ്ലസ് RC = 0 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ ഇക്വേഷനിൽ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൾറെഡി തീറ്റ അറിയാലോ. ആ തീറ്റ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ ഹൊറിസോണ്ടലിൽ F(AB) വാല്യൂ കിട്ടും. ഈ F(AB) വാല്യൂവും തീറ്റയും ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RC കിട്ടും.